എത്ര എത്ര പെൺകുട്ടികളുടെ അനുഭവങ്ങളാ ടിവിയിലും ന്യൂസ് പേപ്പറിലും മൊബൈലും ദിവസം കാണുന്നില്ലേ മോളെ. അതെ, ചായ കുടിക്കാനായോ? ഏയ് ചായ ഒന്നും വേണ്ട, പുറകിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇതും കൂടെ ഉള്ളൂ. ഇന്നലെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നല്ലോ, കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? ആർക്കറിയാം കിട്ടുമല്ലോ എന്ന്. നമ്മുടെ പണി അറ്റൻഡ് ചെയ്യലല്ലേ. അവിടെ കുറെ പേരുണ്ടായിരുന്നു, അറിയില്ല കിട്ടുമെന്ന്. കിട്ടിയാ കിട്ടി. വർഷങ്ങൾ കുറെ ആയില്ലേ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്നത്. വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചൂടെ? അല്ലെ പിന്നെ വല്ല ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ഇതിപ്പോ എത്ര വെച്ചാൽ ഇങ്ങനെ നടക്കുക? ഞാനും അതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒരു ഷോപ്പൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാലേ നല്ല പൈസ ചെലവാ. പിന്നെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമായി, ഒരു സ്ഥിര വരുമാനം ഉണ്ടാവുമല്ലോ. നല്ല ആളാ. ഞാൻ എന്തിനാ വിട്ടത്? അവരും ചായ വേണം ചോദിക്കാനല്ലേ എന്നോട് സംസാരിച്ച് നിൽക്കുക. ഞാൻ ചോദിച്ചേ അമ്മേ, അപ്പൊ എന്നോട് പറഞ്ഞു ചായ ഒന്നും വേണ്ട, പണി ഏകദേശം തീരാനായിന്ന്. ആ വലിയ ഉപകാരം മോനെ. എത്ര ആളെ പണിക്ക് വിളിച്ചറിയോ, ഒരാളും വരുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ഉണ്ടെങ്കിൽ നമ്മളാകെ പെട്ടുപോകില്ല. ആരിനെയും കിട്ടാണ്ടായ മോൻ വന്ന് വലിയ ഉപകാരമായി. കൂലി എത്രയാ മോനെ? അതിന്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി, ഇതിപ്പോ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇന്നെടുത്ത് കളയാനുള്ളൂ. എന്നാലും അങ്ങനെയല്ലാലോ, പണിയെടുത്തിട്ട് കൂലി വേണ്ട പറഞ്ഞാലോ. പിന്നെ വൈകുന്നേരം സുധാകരേട്ടൻ വന്നിട്ട് ഞാൻ മോളെടുത്ത് കൊടുത്തു വിടാട്ടോ. ആ ശരി എന്നാ, ഇവിടെ ഉണ്ടേ. ശരി മോനെ. എന്നാ നല്ലൊരു ചെക്കൻ ട്ടോ. നമ്മുടെ ചുറ്റുപടുത്ത് കാണില്ല എങ്ങനെയൊരു ചെക്കനെ. പണിക്ക് വിളിച്ചു വന്നു, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പോലും വേണ്ട പറഞ്ഞിട്ട് മിണ്ടാടിട്ടിട്ട് പോയി. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഫ്രണ്ട്സ് ഒക്കെ പോയോ? അവന്മാരൊക്കെ പോയി, നമുക്കിന്നെ വേറെ എവിടെയും പോകാനില്ലല്ലോ. എന്തോ ഒരു ലേറ്റായി പോയത്. ഞാൻ കണ്ടു അവിടെ നോക്കിയപ്പോ എല്ലാരും കൂടി സംസാരിച്ചിരിക്കുന്നേ. പിന്നെ അവരൊക്കെ പോട്ടെന്ന് വിചാരിച്ചാ. ദാ കൂലി. ഇതെന്തിനാ വായിക്കൊണ്ടത്? ഞാൻ പറഞ്ഞില്ല അതൊന്നും വേണ്ടാന്ന്. അതൊന്നും സാരില്ല, കുറച്ച് ദിവസമായാലും ഇങ്ങനെ പണിയില്ലാണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പൈസ കയ്യിൽ വേണ്ടേ, അതിനുവേണ്ടി കൊണ്ടുവന്നാ. പിന്നെ ഇനി എന്തെങ്കിലും പണിയുണ്ടെ പറഞ്ഞോട്ടോ, ഒരു സ്ഥിര വരുമാനം കിട്ടുന്നവരെ പിടിച്ചിക്കണ്ടേ. അമ്മയ്ക്ക് ഏട്ടനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണല്ലോ. ഇത്രയും നല്ലൊരു ചെക്കൻ ഈ നാട്ടിൽ കാണാൻ കിട്ടില്ല എന്നൊക്കെയാ പറയുന്നത്. ഓ അടി, അത് ഞാൻ നിന്റെ വീട്ടിൽ പണിക്ക് വരുന്നോണ്ട് നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞതാ, അല്ലാണ്ട് വേറൊന്നല്ല. ഇനിയിപ്പോ മോളെ ജോലിയും കൂലില്ലാത്ത ഒരുത്തനാണ് കല്യാണം കഴിക്കാൻ വരുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ അമ്മ ഇതൊക്കെ നേരെ മാറ്റി അങ്ങോട്ട് പറയും. ആ കാര്യം പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ഇനി ഇങ്ങനെ ജോലിയും കൂലിയില്ലാണ്ട് നടക്കാൻ നിൽക്കണ്ട, പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കാൻ നോക്കണം. അച്ഛനൊന്ന് വൈകുന്നേരം വന്നപ്പോഴേ ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത്രേ. പിന്നെ അച്ഛൻ തന്നെ കുറിപ്പൊക്കെ അയച്ചു കൊടുത്തു തോന്നു. അപ്പൊ അതും ചേർന്നുണ്ടാ പറഞ്ഞു. ഈ നാളെ അവര് വരും ഇങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിട്ട്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ടത് നടത്താന്നാ പറയുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അതിനു മുമ്പ് എന്ത് ചെയ്യാൻ? ഇത് നടക്കുന്ന കാര്യമാണോ? അത് തൽക്കാലം വന്ന് കണ്ടിട്ട് പോട്ടെ. നീ ഇഷ്ടമല്ലാന്ന് പറ, കഴിഞ്ഞില്ല, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിപ്പോ എത്രാമത്തെ ആലോചനയെന്നറിയോ? വേണ്ട വേണ്ടെന്ന് കൊണ്ട് ഞാൻ തന്നെ മുടക്കുന്നത്. അച്ഛന്റെ വിചാരം എനിക്ക് വേറെ ഏതോ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുടക്കണം നോക്കിയാ. 5 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ചെക്കൻ എഞ്ചിനീയർ ആണ്, കാണാനും കുഴപ്പമില്ല, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എന്തിന്റെ പേരില ഞാൻ മുടക്കുക? ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കില്ല. നീ വെറുതെ തമാശ പറയുന്നില്ല കേട്ടോ. ഒരു ജോലി കിട്ടുന്ന സെറ്റിൽ ആവട്ടെ. അല്ല നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? പൈസ ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കും? 5 പൈസ കയ്യിലില്ല. ഇടയ്ക്ക് ഇന്ന് കണ്ടിട്ട് നാളെ തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യ? ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാൻ നിന്നോ. അപ്പോഴത്തേക്ക് എന്റെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അവര് ഞായറാഴ്ച വരും. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നോ പറയില്ല. എനിക്ക് ഇനി ആകില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ആലോചന എങ്ങനെയാ മുടക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടേ എന്റെ വീട്ടിൽ എന്റെ അഭിപ്രായത്തിന് ഇപ്പൊ ഒരു വിലയില്ല. ഒന്ന് മനസ്സിലാക്ക്. ഇതിപ്പോ ഒരു വല്ലാതെ കുഴിശായല്ലോ. നീ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. രാത്രി ഞാൻ വിളിക്കാൻ തന്നെ.
നിന്നെ പ്രസവിച്ച് വളർത്തി അമ്മയായി പോയില്ലേ, വേണ്ടാന്ന് ഉപേക്ഷിച്ചതാ. പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല. ഒന്ന് കാണണം തോന്നിയപ്പോ വരാൻ പറഞ്ഞതാ. അമ്മ ഞങ്ങളോട് ക്ഷമിച്ചമ്മേ. ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. ആരടാ നിന്റെ അമ്മ? നീ ഇതുവരെ ശ്രീ ചേച്ചി ശ്രീ ചേച്ചി എന്നല്ലേ എന്നെ വിളിച്ചത്? നീ ചേച്ചി തന്നെ വിളിച്ചാൽ മതി, എന്നെ അമ്മയെ വിളിക്കരുത്. ഒരു പണിയിലാണ് നീ തെണ്ടിത്തിരുന്ന് നടക്കാൻ നിന്റെ അമ്മയോട് 100 പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണി കൊടുത്ത് സഹായിക്കാതെന്ന് പറഞ്ഞ തെങ്ങിൽ തടവെടുക്കാൻ വേണ്ടി നിന്നെ വിളിച്ചത്. എന്നിട്ട് നീ ഇത്രയും വലിയ ചതിയല്ലേ എന്നോട് ചെയ്തത്? പാൽ തണ്ട കഴിക്കാതെ തിരിഞ്ഞു കൊത്തിയല്ലടാ. നിങ്ങൾ പറയുന്ന പോലൊന്നല്ല. ഇവളെ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നെങ്കിലേ കല്യാണത്തിന് അന്നായിരിക്കും പന്തലിൽ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിലേക്ക് വരുന്നത്. ആ നാണക്കേടിന് എന്തായാലും ഒഴിവാക്കി കിട്ടിയില്ലേ, പിന്നെന്താ? അത് ശരിയാ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പണിയെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവൻ ആര് പെണ്ണ് തരാനാ? നല്ല വീട്ടിലൊരു പെൺകുട്ടിനെ കണ്ടപ്പോ കയ്യും കണ്ടും കാണിച്ച് തട്ടിയെടുത്തു. നിനക്ക് ലോട്ടറി അടിച്ചതാണല്ലോ. തെറ്റ് വെച്ചത് ഈ പുറത്തങ്ങോട്ട് കൊടുക്കാം. ഇമാതിരി വർത്താനം കേൾപ്പിക്കാനാണേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്. കണ്ടോടി, അത് തനി നിറം പുറത്ത് വന്നില്ലേ? ഇത് നിനക്ക് എവിടെയായിട്ടില്ല, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. തെറ്റ് മുഴുവൻ അവന്റെയാ. ഞാൻ വെറുതെ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും അവൻ പോകുന്ന പോക്ക് കണ്ട. ഇതുവരെ പൂച്ചനപ്പോൾ നമ്മളെ പണിക്ക് വന്നവനാ. ഏട്ടാ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കും. എന്റെ അമ്മയാ. നീ ആരെയാണ് ഈ മര്യാദ പഠിപ്പിക്കുന്നത്? നിന്റെ അമ്മ ഇവിടുന്ന് ഇത്ര സംസാരിച്ചപ്പോൾ നിന്റെ വായന അക്ഷരം വന്നില്ലല്ലോ. ഞാൻ 2 വാക്ക് പറഞ്ഞപ്പോഴത്തേനും അവള് ഇല്ലാതെ നിന്റെ അമ്മയാണ്, ആനയാണ്, ചേനയാണ്. നിന്റെ അമ്മയ്ക്ക് കൊമ്പുണ്ടോ? എടീ, നിന്നെ ഞാൻ കെട്ടിയെന്ന് വിചാരിച്ചിട്ടേ നിന്റെ വീട്ടുകാരെ എല്ലാവരും ഞാൻ സഹായിക്കണം. ഞാൻ ഇവളോട് 10,000 വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് വരണ്ട വരണ്ടാന്ന്. അപ്പൊ ഇവള് തന്നെ എന്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് എന്റെ അമ്മേനെ കാണണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ വരില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ മനുഷ്യനാക്കി സംസാരിക്കുന്നു. നീ വരികയാണീ വാടി, ഞാൻ പോവാ. കേറി വരാൻ പറ്റിയൊരു കുടുംബം. ഞാൻ ഈ വീടിന്റെ പടിചവിട്ടില്ല. ഇതന്നെയാണ് അവന്റെ വീട്ടിലെ സ്വഭാവവും. നീ എങ്ങനെയാണ് സഹിക്കുന്നവനെ? അമ്മ പറയുന്നത് പോലെയൊന്നും അല്ല. എന്നെ നല്ല ഇഷ്ടമൊക്കെയാ. പിന്നെ ഇപ്പൊ അമ്മ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടാ. എത്ര എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നതാ. നീ അതൊന്നും വേണ്ട പറ്റ് ഈ കിഴങ്ങിന് വേണ്ടി നിന്റെ ജീവിതം കളഞ്ഞില്ലേ മോളെ? ഏട്ടന്റെ അമ്മ കുറച്ച് പ്രശ്നങ്ങളായി. പക്ഷെ ഏട്ടൻ അങ്ങനെയൊന്നും അല്ല. അമ്മ തന്നെ പലവട്ടം പറഞ്ഞു, ഇത്രയും നല്ല ചെറുപ്പക്കാരനായി നാട്ടിൽ കാണുന്നില്ല. ഇതിപ്പോ തുടക്കമല്ലേ. ആണ്, ഞാൻ ദിവസം കാണുന്നുണ്ട്. ഈ അമ്മായിയമ്മ തളർന്ന് എനിക്ക് ഒരു ദിവസം ഒരു സ്വൈരം തരുന്നുണ്ടാ? ഞാൻ ഈ കൊലയിൽ നിന്ന് നോക്കാട്ടോ ഒച്ചപ്പാട് കേട്ടിട്ട്. നിന്നെ എന്തെല്ലാം തള്ള പറയണത്? അവനോ ഒരു ദിവസങ്ങളിൽ 11 മണി കഴിയാണ്ട് ഇവിടെ കയറി വരലുണ്ടോ? ഞാൻ വണ്ടിയുടെ ശബ്ദം കേൾക്കണം, ഞാനിവിടെ ഉറങ്ങില്ല. അത് 2-3 കൂട്ടുകാരന്മാരുമായിട്ടല്ലേ വണ്ടിയിൽ കൊണ്ടാക്കണവനെവിടെ? ഇതിപ്പോ പെട്ടെന്നായിരുന്നില്ല ഇങ്ങനൊരു തീരുമാനം. അതിന്റെ ഒരു വിഷമത്തില്ല. കൂട്ടുകാരന്മാർ കല്ലടിക്കാൻ പോകുന്നു, ലേറ്റായിട്ട് വരുന്നൊക്കെ. അല്ലാണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരുന്നു. അയ്യോ, ഇങ്ങനെയൊന്നും ആയിരുന്നേ ഇല്ല. എന്റെ ചെറിയ മോനില്ലേ സുനില്, ഈ കാര്യം അറിഞ്ഞപ്പോ അവൻ എന്താ പറഞ്ഞത്? നാട്ടിൽ വേറെ ഒരു ചെക്കന്മാരെയും കിട്ടില്ല അവൾക്ക് ഒളിച്ചോടി പോകാൻ, ഈ പോങ്ങനെ കിട്ടിയുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ എന്തിനാ അവരും ഇവരും പറഞ്ഞിട്ട് അറിയുന്നത്? നിനക്കൊന്നും ചിന്തിച്ചാ പോരെ? ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ചെക്കന്മാർ തെങ്ങിന് തടവെടുക്കാൻ പോകുന്നുണ്ടോ? അത്രയും ഗതികെട്ടല്ലേ അവൻ വരുന്നത്. അമ്മേനോട് ആരോ നുണ പറഞ്ഞതാ. അങ്ങനെയൊന്നും അല്ല. 2-3 സ്ഥലത്ത് ജോലി നോക്കിയിട്ടുണ്ട്. എന്ത് ജോലി അവൻ നോക്കുന്നത്? നിനക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. അവനടുത്ത് BA ഹിസ്റ്ററിയാ. 2 വർഷം പോയി, 3-ാമത്തെ വർഷം പോയിട്ടുമില്ല. പിന്നെ അവൻ ആര് ജോലി കൊടുക്കാനാ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഏട്ടൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാ. കംപ്ലീറ്റ് ആയതും ഒരു തേങ്ങ അറിയില്ല. ഒരുത്തൻ ചിരിച്ച് കൈയും കാലും കൊണ്ട് കാണിച്ച് അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. എത്ര എത്ര പെൺകുട്ടികളുടെ അനുഭവങ്ങളാ TV-യിലും ന്യൂസ് പേപ്പറിലും മൊബൈലും ദിവസം കാണുന്നില്ലേ മോളെ? അതൊക്കെ ഒരു സെക്കൻഡ് നീ ചിന്തിച്ച് നോക്കിയതാണെങ്കിൽ ഈ കുഴിയിൽ ചെന്ന് ചാടുക. അതാ സ്വന്തം അനുഭവം കൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാണോ? ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നാണക്കേട് കൊണ്ട് ഞങ്ങൾക്കൊരു മനുഷ്യനെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. നീ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം.
എന്നാ ചായ ഉണ്ണിയപ്പം കഴിക്കും. നിനക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? കഴിക്കേ. നീ വരുന്നു പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാ. നിന്റെ അമ്മായിമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരലുണ്ടോ അവിടെ? നിനക്ക് നീ സ്വന്തം ഉണ്ടാക്കാൻ അറിയോ മോളെ? ഇല്ല, അവിടെ ഞാൻ തന്നെയാ എല്ലാം ഉണ്ടാക്കല്. പിന്നെ അവിടുത്തെ അമ്മയ്ക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമൊന്നുമല്ല. അപ്പൊ പിന്നെ ഓരോന്നിങ്ങനെ പറയും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഉം. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബാമ എന്നോട് വന്ന് പറഞ്ഞു. അതിന് എന്തോ ആയിക്കോട്ടെ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നെ ഈ എഞ്ചിനീയറില്ലേ മോളെ, നിനക്ക് നേരത്തെ ആലോചിച്ചത്, അവനിപ്പോ കല്യാണം കഴിച്ച ടീച്ചറിനെയാണ്. അവരിപ്പോ എല്ലാവരും പൂനെയിലാണത്രേ. പിന്നെ മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോയിരിക്കുന്ന പറഞ്ഞവര്. നിന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചത് ഇങ്ങനെ അറിയിക്കാൻ വിടാനായിരിക്കും അല്ലേ മോളെ? നീ കോളേജിൽ പോയിട്ട് വരാനേ ഒരു 10 മിനിറ്റ് വൈകിക്കഴിഞ്ഞാ ഞാനും അച്ഛനും കിടന്ന് വെപ്രാളപ്പെടുമായിരിക്കും. എന്നെ മോളെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയ സമയത്തില്ലേ എന്റെ അച്ഛൻ തലതല്ലിക്കരയായിരുന്നു ഇവിടെ. ആ ശാപമൊന്നും നിന്റെ മേലെ ഏൽക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നിനക്കതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു അമ്മയായി ആ ഞങ്ങളുടെ അവസ്ഥ നിനക്ക് വരുമ്പോഴേ ആ വേദന എന്താന്ന് എനിക്ക് മനസ്സിലാവും. മോളൊരു കാര്യന്റെ വേഗം ഇത് കഴിച്ചിട്ടേ പോകാൻ നോക്ക്. അച്ഛൻ വരാൻ സമയായി. അമ്മ, ഞാനെന്നാലും അച്ഛനെ കണ്ടിട്ടൊന്ന് സംസാരിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, അച്ഛനെ കാണാൻ നിൽക്കണ്ട. ആ പാവം നീ കാരണം ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് മറന്നു വരിക. ഇനി വീണ്ടും നീ ഓർമ്മപ്പെടുത്തണ്ട മോളെ. നീ വേഗം പൊയ്ക്കോ, അതാ നല്ലത്. എന്നാ ശരി അമ്മ, ഞാൻ ഇറങ്ങട്ടെ.